മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു. ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു, വിശ്വാസികളെ കളിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അല്ലല്ല, അതൊക്കെ ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ്. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ. ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ നിന്നത്. ഗവൺമെൻറ് ചെയ്തത് എന്ത് വൃത്തികേടാണ് ചെയ്തത്? ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെ പിൻബലത്തോടു കൂടി 2 സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിൻ്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി, ആചാര ലംഘനം നടത്തി. ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല, ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ? എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി. ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേരളം കണ്ടതല്ലേ? ഇതെല്ലാം കേരളം കണ്ടതാണ്. ഞങ്ങളുടെ ചോദ്യം, അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്ത് മാറ്റം പിണറായി സർക്കാരിനുണ്ടായി? മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം. മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം. മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം, കഴിഞ്ഞ 9 കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ശബരിമലയെ ഞെട്ടിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല, വിശ്വാസികളും ഞെട്ടില്ല. അല്ലല്ല, ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും, ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ്. പ്രത്യേക പരിഗണന ആരോടുമില്ല, ഒരു സമുദായത്തോടുമില്ല. ഞങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത്. ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല. ഞങ്ങൾ ആ നിലപാടെടുക്കും. പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട്. വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട്. അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും. ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.